ഇത്രയും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഇത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു 5-10 മിനിറ്റ് എൻ്റെ മക്കൾ ഇപ്പോൾ എടുത്തൊന്നും എന്തായാലും ചിലവഴിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും നിങ്ങൾക്ക് ഫിസിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ എന്തായാലും എക്സൽ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. ഈ 4 ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റെപ്പുകൾ എൻ്റെ മക്കൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഫിസിക്സ് എന്ന സബ്ജക്റ്റിൽ പ്രോഗ്രസ് ഉണ്ടായിരിക്കും. ഹായ്, അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ഫിസിക്സ് എന്ന സബ്ജക്റ്റ് നമ്മളെ കൈക്കലാക്കാം എന്നാണ് നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എൻ്റെ മക്കൾ അത് കണ്ട് ദയവ് ചെയ്ത് കാണുക. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സ്റ്റെപ്പുകളാണ് പറയുന്നത്. ഈ വീഡിയോ എന്ന് പറയുന്നത് ആ വീഡിയോയുടെ ഒരു ബാക്കി പത്രമാണ്. സ്റ്റെപ്പ് 3 and 4 ആണ് ഇതിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അധികം ആമുഖ പ്രശ്നങ്ങളൊന്നും വലിച്ചു നീട്ടുന്നില്ല, നേരെ പോയിന്റ് എടുക്കുന്നു. നമ്മൾ കുട്ടികൾ സ്ഥിരമായിട്ട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് മക്കളെ, നമ്മൾ ഹാർഡ് വർക്കിലുപരി നമ്മൾ ചെയ്യേണ്ട വർക്ക് എന്തായിരിക്കണം? സ്മാർട്ട് വർക്ക് ആയിരിക്കണം എന്നുള്ളതാണ്. ഈ സ്മാർട്ട് വർക്ക് എന്ന് പറയുന്ന ഈ ഒരു സംഭവം നമുക്ക് ഒരുപാട് ടിപ്സ്, ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ, ഒരുപാട് നുറുക്ക് വഴികൾ ഫോളോ ചെയ്താൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു വർക്കാണ്. അതിൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഒരുപാട് സംസാരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. പക്ഷേ ഫിസിക്സ് എന്ന് പറയുന്ന ഈ സബ്ജക്റ്റിൽ നമുക്ക് സ്മാർട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. അതിലൊന്നാമത്തെ കാര്യമാണ് മക്കളെ, നമ്മൾ ഒരു പാഠം എടുക്കുകയാണെങ്കിൽ ഫിസിക്സിൽ ഏകദേശം നമുക്ക് 30 പാഠങ്ങളുണ്ട്. ഓരോ പാഠത്തിലും സെറ്റ് മിനിമം ആയിട്ട് നമ്മൾ പറയും 15 ഇക്വേഷൻ ഉണ്ട്. ചില വലിയ വലിയ പാഠങ്ങളായിട്ടുള്ള ലോസ് ഓഫ് മോഷൻ, ഫ്ലൂയിഡ്സ്, റേ ഓപ്റ്റിക്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതൊരു 30 to 40 ഇക്വേഷൻസ് ഒക്കെ നമുക്ക് ആവറേജിൽ കാണാൻ പറ്റും. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു പാഠത്തിൽ മൊത്തം ഒരു 30 ആവറേജ് നമുക്ക് പറയുകയാണെങ്കിൽ 20 ഇക്വേഷൻ ഒരു പാഠത്തിലുണ്ട് എന്ന് പറയുകയാണെങ്കിൽ മൊത്തം എത്ര ഇക്വേഷൻസ് ഉണ്ടടാ? 600 ഇക്വേഷൻസ് ഉണ്ട് അല്ലേ? 600 ഇക്വേഷൻസ് ഉണ്ട്. ഈ 600 ഇക്വേഷൻസ് നമുക്ക് എന്താ വന്നാലും അല്ലേ തിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ എക്സാം എഴുതുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള, നല്ല പീസ്ഫുൾ ആയിട്ടുള്ള അല്ലേ, നല്ലൊരു AC റൂം അടിപൊളിയായിട്ടല്ല അല്ലേ, നല്ല സമാധാനത്തോടെയല്ല എൻ്റെ മക്കൾ എക്സാം എഴുതുന്നത്. മറിച്ച് എന്താണ്, വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് അതിൻ്റെ മക്കൾ എക്സാം എഴുതുന്നുണ്ടാവാം അല്ലേ. 1 മിനിറ്റ് ഒരു ക്വസ്റ്റ്യൻ ഏകദേശം സോൾവ് ചെയ്യാനുള്ളൂ. നിങ്ങൾ ഒരു കൊല്ലം ചെയ്ത എഫേർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഓടുന്നുണ്ട്. ഞാൻ ഒരു കൊല്ലം കഷ്ടപ്പെട്ട് പഠിച്ചതാണ്, എനിക്കിത് കിട്ടില്ല, അന്ന പ്രശ്നമുണ്ട്, അങ്ങനെയില്ലെങ്കിൽ അവരോട് ഞാൻ എന്ത് പറയും, ഇവരോട് ഞാൻ എന്ത് സമാധാനം, അങ്ങനെ ഒരുപാട് തോട്ട് പ്രോസസ്സ് പോകുന്നതിൻ്റെ മേലെ കൂടെയാണ് എൻ്റെ മക്കൾ എക്സാം എഴുതുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ട്രെസ്ഫുൾ എൻവയോൺമെൻറ്റിൽ ഈ ഫോർമുല 600 ഇക്വേഷൻ ടപ്പേ എന്ന് പറഞ്ഞ് വരാനുള്ള സാധ്യത വളരെ കുറവല്ലേ അല്ലേ. എന്തിന് മക്കളെ, നമ്മൾ 2ാം ക്ലാസ്സിൽ 1ാം ക്ലാസ്സിലൊക്കെ പഠിച്ച സ്പെല്ലിങ് പോലും നമുക്കിപ്പോൾ തിരിയുന്നില്ലേ. ഇപ്പം ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് എപ്പോഴും തിരിയുന്നൊരു സ്പെല്ലിംഗ് ആണ്, എനിക്ക് എപ്പോഴും തിരിഞ്ഞു പോകുന്ന സ്പെല്ലിംഗ് ആണ് പീസസിൻ്റെ സ്പെല്ലിംഗ്, കഷ്ണത്തിൻ്റെ സ്പെല്ലിംഗ് അല്ലേ. നിങ്ങൾക്കും അങ്ങനെ ചില വേർഡുകൾ ഉണ്ടാവും. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് അറിയോ, ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒക്കെ സൈഡിൽ ഇങ്ങനെ എഴുതി നോക്കും, പീസിൻ്റെ സ്പെല്ലിംഗ് ഇതാണോ അല്ലെങ്കിൽ ഇതാണ്, അങ്ങനെ 2-3 കോമ്പിനേഷൻ തിരിച്ചു മറിച്ച് എഴുതി നോക്കും. എന്നിട്ട് ഞാൻ നോക്കും കാണാൻ ഏതുപോലെ ഉണ്ട്, അപ്പോൾ എനിക്ക് ഏകദേശം ഇതാണ്, എന്നിട്ട് ഞാൻ അത് എഴുതും. നിങ്ങൾ മനസ്സിലാക്കണം, ഈ പീസ് എന്ന് പറയുന്ന സ്പെല്ലിംഗ് ഞാൻ എത്ര കൊല്ലങ്ങളായിട്ട് പഠിച്ചിട്ടുള്ള സാധനം, എത്ര കൊല്ലങ്ങളെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതുപോലും നമുക്ക് തിരിയുന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുള്ള ഇത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ നമ്മൾ പഠിച്ചിട്ടുള്ള അത് ഇത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ അത് തിരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. എന്നുവെച്ചാൽ നമ്മൾ ബുദ്ധി ഇങ്ങനെ പറയും, അവിടെ V = U + ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതിന് ഇന്ന സൈനാണോ പ്ലസ് ആണോ, മറ്റേ ബുക്കിൽ നമ്മൾ മൈനസ് അല്ല കണ്ടത്, അയ്യോ ഇനി ഇതില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ബുദ്ധി വെറുതെ നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കും. അപ്പോൾ എൻ്റെ മക്കൾ മനസ്സിലാക്കുക, ഈ 600 ഇക്വേഷൻ ടപ്പേ എന്ന് പറഞ്ഞ് അതേപോലെ ഇട്ട് കൊടുക്കാൻ നമ്മൾക്കൊന്നും ആരുടെ IQ ഇല്ല, ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ IQ ഇല്ല, നമുക്കൊക്കെ സാധാ IQ ഉള്ളത്. അപ്പോൾ സാധാ IQ ഉള്ള നമ്മൾ വളരെ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ചെറിയ നുറുക്ക് വിദ്യകൾ നമ്മൾ ചെയ്യണം. അതിൽ ഒരു നുറുക്ക് വിദ്യയാണ് മക്കളെ എന്താടാ, ഒരു ഫോർമുല ബുക്ക് ഉണ്ടാക്കുക എന്നുള്ളത്. വളരെ ക്ലീഷായിട്ട് നമുക്ക് തോന്നും, പക്ഷെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. എന്താണ് ഈ ഫോർമുല ബുക്ക്? ഒന്നുമില്ല, ഒരു പാഠം മോഷൻ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞ ഹെഡിങ് ഏതാ, ആ പാഠത്തിൻ്റെ ഇക്വേഷൻസ് മാത്രം, എവിടെയൊക്കെ നിന്നൊക്കെ നിങ്ങൾക്ക് ഇക്വേഷൻ കിട്ടുമോ, എവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ഷോർട്ട് കട്ട് സാധനങ്ങൾ കിട്ടുമോ, അതൊക്കെ നിങ്ങൾ അതിൽ എഴുതി വെക്കാം. വേറെ ഒരു സാധനം എഴുതരുത്, ഒരു കൺസെപ്റ്റ് അതിൽ എഴുതരുത്, വേറൊരു ഇംഗ്ലീഷ് വാക്ക് പോലും അതിൽ എഴുതരുത്, ജസ്റ്റ് ഫോർമുല മാത്രം എഴുതാം. ഇനി കുറച്ചുകൂടി അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഈ ഫോർമുലേൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അതിനെ ചെറിയൊരു സോൾവ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ. പക്ഷെ എന്നിരുന്നാലും വളരെ ബേസിക് ആയിട്ട് മക്കൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതി വെക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ വെറുതെ പഠിക്കാനൊന്നും തോന്നില്ലെങ്കിൽ വെറുതെ ഒന്ന് ഇങ്ങനെ എടുത്ത് നോക്കുക. അതിന് എത്രത്തോളം ഇതിൻ്റെ ഒരു ഫോട്ടോഗ്രാഫിക് മെമ്മറി മെല്ലെ ഉണ്ടാക്കുക. ഇതിൻ്റെ ഗുണം എന്താണ്, നിങ്ങൾക്ക് ഇങ്ങനെ തിരിയുന്ന എക്സാം സമയത്ത് അല്ലേ സാധനം ഇങ്ങനെ മൈൻഡ് ഇങ്ങനെ ചോദിക്കുക, അതാണോ പ്ലസ് ആണോ മൈനസ് ആണോ, ഇന്ന V ആണോ U ആണോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ മൈൻഡ് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ മൈൻഡ് നിങ്ങൾക്ക് എന്ത് തരും, നിങ്ങൾ ഇന്ന പേജിൽ ഇന്ന സൈഡിൽ ഇങ്ങനെ അല്ലേടാ നീ ഇക്വേഷൻ എഴുതിയതെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ആ പേജിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഫോർമുല ബുക്ക് എഴുതുന്നതിലൂടെ അല്ലെങ്കിൽ നിങ്ങൾ ഇടയ്ക്കൊക്കെ ഇതിൽ നോക്കുന്നതിലൂടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരുപാട് പുതിയ ന്യൂറോണൽ കണക്ഷൻസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, ആ ഫോർമുലയെ നിങ്ങൾക്ക്
റീകളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഇന്ന് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ദയവ് ചെയ്തൊരു ഫോർമുല ബുക്ക് വളരെ വൃത്തിയായിട്ട് ബുക്ക് വാങ്ങിക്കുക. ഇനി നിങ്ങൾക്ക് ബുക്ക് വാങ്ങിക്കാൻ പൈസ ഇല്ല, അങ്ങനത്തെ വളരെ ലോക്കൽ, ഞാൻ ഇനിയിപ്പോൾ 10 രൂപ ചിലവാക്കണ്ടേ അങ്ങനൊന്നും വിചാരിക്കല്ലേ. എന്തായാലും വളരെ യൂസ്ഫുൾ ആയ സാധനമാണ്. ദയവ് ചെയ്ത് അങ്ങനത്തെ ഒരു സാധനം റെഡിയാക്കുക. ഇന്ന് മുതൽ ഇനി നിങ്ങൾ ഇതുവരെ പഠിച്ച പാഠങ്ങൾ പോട്ടെ, ഈ പാഠം മുതൽ ഉണ്ടാക്കി തുടങ്ങാമെന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത പറയുന്ന പോയിൻ്റാണ് ഞാൻ ഈ പറയുന്നത് വെച്ച് ഏറ്റവും കുട്ടികൾ നമുക്ക് എന്ത് പോസിറ്റീവ് ഫീഡ്ബാക്ക് തന്നിട്ടുള്ള ഒരു സ്മാർട്ട് വർക്കിൻ്റെ ഒരു സാധനമാണ്. അടുത്താണ് മക്കളെ ബൾബ് ബുക്ക്. അയ്യോ, ഇതെന്താ സാധനം, ഇതുവരെ കേട്ടിട്ടില്ലല്ലോ, ഇതെന്താ സാധനം? മക്കളെ, നമ്മൾ പഠിക്കുമ്പോൾ ബേസിക്കലി എന്താ നടക്കുന്നത്? നമ്മൾ ക്ലാസ്സിലിരിക്കുന്നു, നമ്മൾ ഇത് ഇങ്ങനെയാണല്ലേ ടിങ്. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, ഉത്തരം കിട്ടുന്ന സൊല്യൂഷൻ നോക്കുന്നു, ഇത് ഇങ്ങനെയാണല്ലേ ടിങ്. ഇതൊക്കെ എന്താണ്? ഓരോ ബൾബുകൾ കത്തുകയാണ്. ഈ ബൾബുകൾ കത്തുമ്പോഴൊക്കെ നമ്മൾ ഹാപ്പിയാണ്. പക്ഷെ പ്രശ്നം എന്താ? എല്ലാവരും 99% കുട്ടികളും പ്രശ്നം എന്താ? ഈ കത്തിയ ബൾബുകളൊക്കെ കുറച്ച് ഹാവിയായി പോവുകയാണ് അല്ലേ? നിങ്ങളിപ്പോൾ ഇന്നൊരു മോഷൻ സ്ട്രേറ്റ് ലൈനിൽ ക്വസ്റ്റ്യൻ ചെയ്തു, കുറേ ബൾബുകൾ നിങ്ങൾക്ക് കത്തി. നിങ്ങൾ എന്നിട്ട് ഈ പാഠം കഴിഞ്ഞ് ഒരു 5 പാഠം ഫിസിക്സിൽ നിന്ന് ചെയ്തു, ഒരു 5 പാഠം കെമിസ്ട്രിയിൽ നിന്ന് ചെയ്തു, ഒരു 10 പാഠം ബയോളജിയിൽ നിന്ന് ചെയ്തു. കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ് നിങ്ങൾ പിന്നിലോട്ട് നോക്കുമ്പോൾ നേരത്തെ കത്തിയ ബൾബുകൾ അവിടെ ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. ഇതൊക്കെ ഹാവിയായി പോയിണ്ടാവും. അതാണ് പ്രശ്നം. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്തുണ്ടാക്കണമായിരുന്നു? ഒരു ബൾബ് ബുക്ക് ഉണ്ടാക്കണം. എങ്ങനെ ഒരു ബൾബ് ബുക്ക് ഉണ്ടാക്കാം? മക്കൾ മനസ്സിലാക്കുക, ബൾബ് ബുക്ക് എന്ന് പറയുന്ന ബുക്കിൽ നിങ്ങളുടെ ലോക്കൽ ലാംഗ്വേജിൽ വേണം കാര്യങ്ങൾ എഴുതാൻ. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരേണ്ടത്, അല്ലാണ്ട് ഇങ്ങനെയല്ല. ഇപ്പോൾ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. മക്കൾ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഇരിക്കേണ്ടത്? ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോൾ വേഗം ഒരു 10 സെക്കൻഡ്, അയ്യോ ഇത് ഞാൻ പഠിക്കാത്തതാണ്, സൊല്യൂഷൻ നോക്കുക. കാര്യമില്ല, അവിടെ ബൾബ് കത്തൂല. അവിടെ ബൾബ് കത്തുകയാണെങ്കിൽ തന്നെ വളരെ ലോ വോൾട്ടേജിൽ തന്നെ കത്തുള്ളൂ. മറിച്ച് നിങ്ങൾ എങ്ങനെയായിരുന്നു ആ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്? ഒരു ക്വസ്റ്റ്യൻ കിട്ടി മാക്സിമം ആലോചിക്കുക. നിങ്ങൾക്ക് എത്രത്തോളം ബുദ്ധിയുണ്ടോ, എത്രത്തോളം ഓർമ്മയുണ്ടോ, അതൊക്കെ വെച്ച് ഇരുന്ന് ആലോചിക്കുക. എന്നിട്ട് ഉത്തരം കിട്ടിയില്ലെങ്കിൽ എൻ്റെ മക്കൾ എന്നിട്ട് സൊല്യൂഷൻ നോക്കുക. അപ്പോൾ നിങ്ങൾ ഇത് ഇങ്ങനെയാണല്ലേ കൺസെപ്റ്റ്, ഇങ്ങനെയാണല്ലേ ആലോചിക്കുന്നത്. നല്ല കട്ട വോൾട്ടേജിലുള്ള ബൾബ് കത്തും. ആ ബൾബിന് അപ്പം തന്നെ നിങ്ങൾ ബൾബ് ബുക്കിൽ എഴുതിയെടുക്കുക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇങ്ങനെ ആലോചിക്കാൻ പാടില്ലേനി, ഇങ്ങനെയാണ് ശരിക്കും ആലോചിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളോട് സംസാരിക്കുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 1 2 3 എന്ന് പറഞ്ഞ് ഓരോരോ പോയിന്റ്സ് എഴുതുക. വളരെ വൃത്തിയിൽ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? നേരത്തെ പറഞ്ഞ ഫോർമുല ബുക്ക് നിങ്ങൾ നോക്കുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഈ ബുക്ക് ഇങ്ങനെ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് സംഭവിക്കില്ല? നേരത്തെ ഹാവിയായി പോലത്തെ ബൾബ് സാധനം ഇവിടെ വരില്ല. ഇനി ഇതിൻ്റെ വേറെ ഏറ്റവും വലിയ യൂസ് എന്താണെന്ന് അറിയോ? നിങ്ങൾ റിവിഷൻ സമയത്ത് കുട്ടികൾ ചോദിക്കുന്നത് 2 ക്വസ്റ്റ്യൻസ്. ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ്, സാറേ ഞാൻ അന്ന് ആ പാഠത്തിൽ നിന്ന് സാറേ 200-300 ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു സാർ, പക്ഷേ ഇന്ന് എനിക്ക് അതേ ക്വസ്റ്റ്യൻ പോലും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല സാർ, എല്ലാം പോയി. നിങ്ങൾ പറയും, ഈ വീഡിയോ കാണുന്ന 90% കുട്ടികളും ഈ സാധനം ഫോളോ ചെയ്ത് പറയും. രണ്ടാമത്തെ കുട്ടികൾ പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്, സാർ ഞാൻ അന്ന് 200-300 ക്വസ്റ്റ്യൻ ചെയ്തതാണ്, ഇന്ന് റിവിഷൻ സമയത്ത് അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ചെയ്യേണ്ടത്. മക്കളെ, ഈ 2 ക്വസ്റ്റ്യനുകൾ ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമാണ് ഈ ബൾബ് ബുക്ക്. നിങ്ങളൊരു ഈ ബൾബ് ബുക്ക് ഉണ്ടാക്കിയിരുന്നെങ്കിൽ, വളരെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബൾബ് ബുക്ക് ഉണ്ടാക്കിയിരുന്നെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കുക, നിങ്ങൾ ഉണ്ടാക്കിയാലുള്ള ഗുണം എന്താണ്? നിങ്ങൾ റിവിഷൻ സമയത്ത് ആ ബൾബ് ബുക്ക് അല്ലേ 200 ക്വസ്റ്റ്യൻ രണ്ടാമത് ചെയ്യാൻ എത്ര സമയം എടുക്കൂടാ അല്ലേ? എത്ര സമയം എടുക്കും? മറിച്ച് നിങ്ങൾ ഈ കൺസെപ്റ്റൊക്കെ ഫുള്ളി ഇരുന്ന് വായിക്കുകയാണെങ്കിൽ അല്ലേ, നിങ്ങൾക്ക് ആ 200 ക്വസ്റ്റ്യൻ ചെയ്തതിന് എഫക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവും അവിടെ. നിങ്ങൾക്ക് പിന്നെ അതിൻ്റെ മേലെ എന്ത് ചെയ്താൽ മതി? കുറച്ച് പുതിയ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ കൺസെപ്റ്റ് അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. നമുക്ക് മനസ്സിലാക്കുക, നിങ്ങളൊരു വൃത്തിക്കൊരു ബൾബ് ബുക്ക് നിങ്ങൾ എൻ്റയർ കോഴ്സിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത്രയും കൺസെപ്റ്റ് നിറഞ്ഞ അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഗൈഡ് പോലും നിങ്ങൾക്ക് ഉണ്ടാവില്ല, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല. ദയവ് ചെയ്തതിൻ്റെ മക്കൾ ഈ ബൾബ് ബുക്ക് ഉണ്ടാക്കുക. ഇതുവരെ ഉണ്ടാക്കിയിട്ട് വളരെ ക്ലീഷയായിട്ട് ഞാൻ പറഞ്ഞ 4 സ്റ്റേറ്റ്മെൻറ്റ് 4 സ്റ്റെപ്പ് നിങ്ങൾക്ക് തോന്നും, പക്ഷേ ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിസ്സംശയം നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ അമേച്ചർ ലെവലിൽ നിന്ന് പ്രോ ലെവലിൽ എത്തും. ഇത് നിങ്ങൾ വെറുതെ ട്രൈ ചെയ്ത് നോക്കും. വെറുതെ നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ ഒന്ന് പ്രാക്ടിക്കലാക്കി Day 1 എന്ന് പറഞ്ഞാൽ തുറന്നെത്തി എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റും. സോ ഇനിയും കുറേ അടിപൊളി കൺസെപ്റ്റുകൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. സോ അണ്ടിൽ ദെൻ സൈനിങ് ഓഫ്. ബൈ.